ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് വേക്കൻസികളെ പറ്റിയാണ്. കേരളത്തിലേക്ക് ഏകദേശം 89ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. വിവിധ ജില്ലകളിലേക്കുള്ള വേക്കൻസിയും എത്ര വേക്കൻസികൾ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വേക്കൻസി വന്നിരിക്കുന്നതിൻ്റെ PDF. ഇത് ഞാൻ വീഡിയോ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അപേക്ഷിക്കുക. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 19/2/2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ദ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 11/3/2025 വരെയാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസുകൾ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓഫ് NAPS ആൻഡ് NITS പോർട്ടൽ ഓഫ് ദി എലിജിബിൾ ടു ദ അപ്ലൈ. ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 20 to 28 വയസ്സ് വരെയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ്. അപ്പം ഏതൊരു ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറേഷൻ പറയുന്നത് ട്രെയിനിങ് പറഞ്ഞിരിക്കുന്നത് 12 month ഓഫ് വൺ ഓഫ് ദി ജോബ് ട്രെയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കേരളത്തിലേക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ഏകദേശം വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 89 വേക്കൻസിയാണ്. അതിന് ആലപ്പുഴ 5 വേക്കൻസി, പിന്നെ എറണാകുളം 30 വേക്കൻസി, കണ്ണൂർ 5, കാസർഗോഡ് 7, കോഴിക്കോട് 10, മലപ്പുറം 5, പാലക്കാട് 7, തിരുവനന്തപുരം 10, തൃശ്ശൂർ 10 എന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് 600 രൂപയോളാണ് ഫീസ് ജനറലിന് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാറ്റഗറി അനുസരിച്ച് കുറഞ്ഞ ഫീസും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ PDF ലാസ്റ്റ് ഇട്ടേക്കാം. വായിച്ച് നോക്കി ശേഷം മാത്രം ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.